പ്രിയമുള്ളവരെ, ഈ വചനം നമ്മുടെ വചന വായനയുടെ പശ്ചാത്തലത്തിൽ ആ ഒരു വീക്ഷണകോണിൽ നിന്നുകൊണ്ട് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം, വ്യാഖ്യാനിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇവിടുത്തെ ആദ്യ വചനം ആരംഭിക്കുന്നത് തന്നെ ഇത് പറഞ്ഞിട്ട്, യേശു ഇത് പറഞ്ഞിട്ട് എന്നാണ് പറയുക. എന്താണ് പറഞ്ഞത്? യേശു പറഞ്ഞത് പീഡാസഹനത്തിന്റെ ഒന്നാമത്തെ പ്രവചനം. നമ്മുടെ വചന വായനയുടെ ആരംഭം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഈ വചന വായനയെ ഈ ഒരു ബൈബിളിന്റെ വീക്ഷണകോണിൽ നിന്നിട്ട് നമ്മൾ വായിക്കുക. പീഡാനുഭവത്തിന്റെ ഒന്നാമത്തെ പ്രവചനം അത് വരാൻ പോകുന്ന ദുരന്തങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ. ആ വരാൻ പോകുന്ന ദുരന്തങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് യേശു പങ്കുവെച്ചിട്ടാണ് ഈ മലയിലേക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മലയിലേക്ക് പോവുക. നമ്മുടെ ഈ വചന വായന ആരംഭിച്ച പശ്ചാത്തലം ഏറെക്കുറെ ഈ വചനത്തോട് കൃത്യമായിട്ട് ചേർത്ത് വെച്ച് വായിക്കാവുന്നതാണ്. കൊറോണയുടെ ഒരു വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്ന ഭീതിയുടെ സാധ്യതകളിൽ നിന്നിട്ടാണ് അതിനോട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ വചന വായന ആരംഭിച്ചത്. പീഡാസഹനങ്ങളുടെ ഒന്നാമത്തെ പ്രവചനത്തിന് ശേഷം തന്നെയാണ് നമ്മൾ ഈ വചന വായന ആരംഭിച്ചത്. അത് കേട്ട ഉടനെ നമ്മൾ ആരംഭിച്ചില്ല എന്നത് ഈ 8 ദിവസങ്ങൾക്ക് ശേഷം എന്നുള്ള വരികൾക്കിടയിൽ വായിച്ചെടുക്കേണ്ടതാണ്. നമ്മള് ഇത് ലോക്ക്ഡൗൺ ആരംഭിച്ച് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിച്ച് ആരംഭിച്ചത്. അപ്പം ഈ പീഡാസഹനത്തിന്റെ പ്രവചനത്തെ തുടർന്ന് നടക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത് എന്ന് സാരം. ഇനി എന്താണ് സംഭവിച്ചത്? ഈശോ 3 പേരെ കൂട്ടിയിട്ട് 12 പേരെ ഈശോ അപ്പസ്തോലന്മാരായിട്ട് തിരഞ്ഞെടുത്തു. 72 പേരെ ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുത്തതിന് രേഖകളുണ്ട്. ഇനി അതിൽ കൂടുതൽ ശിഷ്യന്മാരുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പം ഈ 12 പേരെ തെരഞ്ഞെടുത്തവരിൽ നിന്ന് വീണ്ടും 3 പേരെ തെരഞ്ഞെടുത്തിട്ടാണ് ഈശോ മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുക. സത്യത്തിലെ സഭയില് വിശ്വാസികളെല്ലാവരും, മാമോദീസ സ്വീകരിച്ച എല്ലാവരും ക്രിസ്തുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പക്ഷെ അതിൽ തന്നെ വീണ്ടും വീണ്ടും ക്രിസ്തു തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പുകളിൽ ഈ അപ്പസ്തോല ഗണത്തിൽ നിന്നൊക്കെ മാറ്റിയിട്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയാണ്. പ്രാർത്ഥിക്കാൻ, തൻ്റെ കൂടെ ആയിരിക്കാൻ 3 പേരെ തെരഞ്ഞെടുക്കുകയാണ്. സത്യത്തില് ആവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മളെന്ന ബോധ്യം നമുക്കുണ്ടാകണം. യേശു തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ എന്ന സൂചന. എന്നിട്ടോ ഒരു ഉയർന്ന മലയിലേക്ക് പോയി എന്നാ പറയാം, പ്രാർത്ഥിക്കാൻ പോയി. നമ്മള് പ്രാർത്ഥിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരാണ്. അത്തരത്തില് നമ്മള് ഈ വചനത്തെ വായിച്ചെടുക്കേണ്ടത്. മലയിലേക്ക് കയറി എന്ന് പറയാം. എന്താണ് മല? മലയെന്ന് പറയുന്നത് ആധ്യാത്മിക കൊടുമുടിയുടെ സൂചനകളാണ്. ഭൗതികമായ വ്യാപാരങ്ങൾക്കൊക്കെ മാറ്റി നിർത്തിയിട്ട്, ഭൗതികമായ തിരക്കുകളിൽ നിന്ന് മാറി നിന്നിട്ട് എവിടെ ദൈവവും ഞാനും തമ്മിൽ കണ്ടുമുട്ടാൻ വരുന്ന സാധ്യതകൾ ഒരുക്കുന്നുവോ ആ സാധ്യതകളുടെ സൂചനയാണ് മലയെന്ന് പറയുക. ദൈവമനുഷ്യ സമാഗമത്തിന്റെ പ്രതീകമാണ് മല. ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടെത്തുന്നത് എൻ്റെ മുറിയിലാണെങ്കിൽ എൻ്റെ മുറിയാണ് മല. ഞാൻ എൻ്റെ ദൈവത്തെ, അതുകൊണ്ടാണ് നീ കതകടച്ച് മുറി കയറിയിരുന്ന് പ്രാർത്ഥിക്കുക എന്നൊക്കെയുള്ള സൂചനകൾ ക്രിസ്തു തരുന്നത്. ഒരുപക്ഷെ നിനക്ക് മുറിയാകാം നിന്റെ മല, ഒരുപക്ഷെ പള്ളിയാകാം നിന്റെ മല, ഒരുപക്ഷെ പാടവരമ്പുകളിലൂടെ നടക്കുന്നതായിരിക്കാം നിന്റെ മല. നീയും നിന്റെ ദൈവവുമായി കണ്ടുമുട്ടുന്ന മേഖലകളുടെ, നീയും നിന്റെ ദൈവവുമായി ഉടമ്പടി വയ്ക്കുന്നതിൻ്റെ, നീ നിന്റെ ദൈവത്തെ വായിച്ചറിയുന്നതിൻ്റെ, നിന്റെ ദൈവത്തിന്റെ സ്നേഹം നീ നുകരുന്നതിൻ്റെ ഒക്കെ പ്രതീകമാണ് മല എന്ന് പറയാം. അപ്പൊ ആ മലയിലേക്ക് കയറിയവരാണ് നമ്മൾ. ഒരുപക്ഷെ നമ്മുടെ മുറിയിൽ നമ്മുടെ തിന്മയുടെ സൂചനയായി ഉപയോഗിക്കുന്ന ഇന്റർനെറ്റിനെ നമ്മളിന്ന് ക്രിസ്തുവിനെ കണ്ടെത്തുന്ന മലയാക്കി രൂപാന്തരപ്പെടുത്തിയിരിക്കുക. അപ്പൊ ഈ മലയിലാണ് നമ്മള് പ്രാർത്ഥിക്കാനായിട്ട് കൂടുക.
നെറ്റിന്റെ മലയില്, അല്ലെങ്കിൽ ഈ സൂമിന്റെ മലയില്, അതുമല്ലെങ്കിൽ നമ്മുടെ മുറിയുടെ ബൈബിൾ വായനയുടെ പ്രാർത്ഥനാ മുറിയുടെ ഒക്കെ മലകളിൽ, ഈ മലകളിൽ നമ്മളായിരിക്കുകയാണ്. ഈ മലകളിൽ ക്രിസ്തുവിനെ കണ്ടെത്തണം എന്ന് സാരം. അവിടെ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ, ശ്രദ്ധിച്ച് വായിക്കേണ്ടതാണ്, പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ, മലയിൽ കയറി വെറുതെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അവിടെ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്താണ്? ഒന്ന്, ഇവരുടെ മുഖം മാറുകയാണ്, മുഖഭാവം മാറുക എന്ന് പറയും. മുഖം മാറുകയല്ല, മുഖത്തിന്റെ ഭാവം മാറുകയാണ്. ഈ മുഖത്തിന്റെ ഭാവം മാറുക പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ക്രിസ്തുവിന്റെ നഷ്ടത്തിന് ശേഷം എമ്മാവൂസിലേക്ക് 2 ശിഷ്യന്മാര് പോകുന്നു. അവരുടെ മുഖം ദൈവം നോക്കിയിട്ട് പറയുകയാണ്, മ്ലാനവദനര. അപ്പൊ മുഖത്തിന്റെ ഭാവം മാറുന്നത് നോക്കിയിരിക്കുന്ന ഒരു പൊന്നു തമ്പുരാൻ നമുക്കുണ്ട്. നമ്മുടെ മുഖത്തിന്റെ ഭാവങ്ങള് ഈ വചന വായനയിൽ ബന്ധപ്പെട്ട് മാറിയോ ഇല്ലയോ എന്നുള്ളതാണ് ആത്മശോധന ചെയ്യപ്പെടേണ്ട ഒരു കാര്യം. മുഖം മാറിയോ എന്നല്ല, മുഖത്തിന്റെ സൗന്ദര്യം ഉണ്ടായോ എന്നുള്ളതല്ല, മുഖത്തിന്റെ ഭാവങ്ങളെ മാറ്റാൻ സാധിച്ചോ എന്നുള്ളത്. ഗതികേടെന്ന് പറയട്ടെ, നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയിൽ തമ്പുരാന്റെ അടുത്തായിരിക്കുമ്പോൾ നമ്മള് നമ്മുടെ മുഖത്തിന്റെ ഭാവത്തെ മാറ്റാനല്ല നമ്മൾ ശ്രമിക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ മുഖഭാവത്തെ മാറ്റാനാണ്. ഞാനിത് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ വചനം വായിക്കുകയാണ്, ഞാൻ ധ്യാനിക്കുകയാണ്, ഞാൻ ഇന്ന സുഹൃതം ചെയ്യുകയാണ്, ഞാൻ ഇന്ന പരിത്യാഗം ചെയ്യുകയാണ്, അതുകൊണ്ട് നീ നിന്റെ നിലപാട് മാറ്റിയിട്ട് നീ എനിക്ക് ഇന്ന അനുഗ്രഹം തരണം എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ ഭാവത്തെ അല്ല മാറ്റാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ ഭാവത്തെയാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യനിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട മാറ്റം അനുഗ്രഹങ്ങൾ നേടുക എന്നുള്ളതല്ല, അവന്റെ ഭാവത്തെ മാറ്റുക എന്നുള്ളത്. അപ്പൊ ഈ ഭാവത്തെ മാറ്റുക എന്നുള്ളതാണ് ഇവിടെ ഈ താബോർ മലയിൽ വെച്ച് നടന്ന ഏറ്റവും വലിയ അത്ഭുതം എന്നാണ് എനിക്ക് തോന്നുക. അപ്പോ ഈ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ അവരുടെ മുഖഭാവം മാറി. വചന വായനയില് ഈ 169, 170 ഒക്കെ ആയി നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഭാവത്തിൽ വല്ല മാറ്റവും വന്നോ എന്നുള്ളതാണ് നമ്മൾ വിചിന്തനം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം. ഭാവം മെച്ചപ്പെട്ടോ അതോ ദോഷമായോ? ചിലർ പറയും ഭാവം മാറി, എൻ്റെ പഴയ ഭാവം കുറച്ചുകൂടി എനിക്ക് വിമർശിക്കാനായിട്ട് കരുത്ത് കിട്ടി, അല്ലെങ്കിൽ കുറച്ചുകൂടി കുറ്റം കണ്ടെത്താനായിട്ട് സാധ്യതയൊരുക്കി. ആ ഭാവമാറ്റമല്ല. ഭാവം മാറുക എന്ന് പറയുമ്പോൾ ദൈവത്തിലേക്കുള്ള ഭാവമായിട്ട് മാറിയോ എന്നുള്ളത്, എൻ്റെ ഭാവം മാറിയോ എന്നുള്ളത് ആത്മശോധന ചെയ്യപ്പെടേണ്ടത്. അത് വചനത്തിന്റെ കണ്ണാടിക്ക് മുന്നില് എൻ്റെ ഈ മുഖഛായയെ ഒന്ന് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നോ എന്ന് വിലയിരുത്തപ്പെടാൻ പറ്റും. മറ്റുള്ളവരുടെ വാക്കുകളിലൂടെ എൻ്റെ മുഖഭാവം മാറിയോ എന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോ മുഖഭാവം മാറിയോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം അവിടെ സംഭവിച്ചത്, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു എന്ന്. എന്താണ് വസ്ത്രത്തിന്റെ സൂചന? വസ്ത്രം എന്ന് പറയുന്നത് മറച്ചു വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്തിൻ്റെയും പേര് വസ്ത്രം എന്ന് തന്നെയാണ്. നാണം മറയ്ക്കാനായിക്കോട്ടെ, ശരീരം മറയ്ക്കാനായിക്കോട്ടെ, ഒരു സ്റ്റേജിലാണെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറത്തെ കളികളായിക്കോട്ടെ, അങ്ങനെ മറയ്ക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുടെ നന്ദിയാണ് വസ്ത്രം എന്ന് പറയുക. അപ്പോൾ വസ്ത്രം തരുന്ന സൂചന അത് നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. നമുക്കറിയാം, ഒരു ജീവിത ശൈലി മാറുമ്പോൾ വസ്ത്രം മാറും. ഒരു കന്യക ഭാര്യയായിട്ട് മാറുമ്പോൾ അവളുടെ വസ്ത്രം മാറും, മന്ത്രകോടിയാകും. വസ്ത്രം മാറുക പ്രധാനപ്പെട്ടതാണ്. ഒരു അൽമായൻ പൗരോഹിത്യത്തിലേക്ക് വരുമ്പോൾ അവന്റെ വസ്ത്രം മാറുകയാണ്. അപ്പൊ വസ്ത്രമാറ്റം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഈ വസ്ത്രമാറ്റം എന്ന് പറയുന്നത് എവിടെയാണ് സംഭവിക്കുക? അത് എന്തിലേക്കാ മാറേണ്ടത്? ഈ കളറ് മാറിയിട്ട് കാര്യമൊന്നുമില്ല, വെണ്മയിലേക്ക് മാറിയോ എന്നുള്ളത്. എന്താണ് വെണ്മയുടെ സൂചന? വെണ്മയുടെ സൂചന മതാത്മകതയല്ല, ആധ്യാത്മികതയാണ്. ഭാരതീയ സങ്കല്പത്തില് അത് വെണ്മയിലേക്കല്ല, അത് പരിത്യാഗത്തിലേക്കാണ്. അതുകൊണ്ട് ആ വസ്ത്രം മാറ്റം അത് കാവിയിലേക്കാണ് മാറുന്നത്. കാവി എന്ന് പറയുന്നത് പരിത്യാഗത്തിന്റെ സൂചനയാണെങ്കിൽ വെണ്മ എന്ന് പറയുന്നത് ആത്മവിശുദ്ധിയുടെ സൂചനയാണ്. ഈ ആത്മവിശുദ്ധിയിലേക്ക് നമ്മൾ മാറിയോ എന്നുള്ളതാണ്. മതാത്മകത വിശുദ്ധിയിലേക്കല്ല,
നമ്മളൊക്കെ നമ്മുടെ സഭ ഇന്ന് വളരെയേറെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഐക്യത്തിനും ഐക്യരൂപ്യത്തിനും ഒക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മതാത്മകതയ്ക്ക് വേണ്ടിയിട്ടാണ്. മതാത്മകതയല്ല നമ്മൾ വളരേണ്ടത്, വെണ്മയിലേക്കാണ് നമ്മൾ മാറേണ്ടത്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, നിന്റെ വസ്ത്രത്തിന് പൊടുപ്പും തോങ്ങലും അല്ല വേണ്ടത്. നിന്റെ വസ്ത്രത്തിന് പൊടുപ്പും തോങ്ങലും അല്ല വേണ്ടത്. ആ പൊടുപ്പും തോങ്ങലുകളുടെ സൂചന എന്താ? അത് ആർഭാടത്തിന്റെയും മതാത്മകതയുടെയും സൂചനയാണ്. മതാത്മകത സൂചിപ്പിച്ച വലിയ പൗരോഹിത്യത്തിന്റെ പാന്താവിലൂടെ യാത്ര ചെയ്ത പുരോഹിതരെയാണ് ക്രിസ്തു വിമർശിച്ചിട്ട് പറഞ്ഞത്, നിങ്ങൾ വസ്ത്രങ്ങൾക്ക് തോരണങ്ങൾ കൂട്ടുന്നു എന്ന്. അപ്പൊ ഈ വസ്ത്രങ്ങൾക്ക് തോരണം കൂട്ടുന്ന മതാത്മകതയ്ക്ക് അപ്പുറത്തേക്ക് നമ്മുടെ മറകൾക്കൊക്കെ ഒരു ആത്മീയതയുടെ പരിവേഷം ഉണ്ടാകണം. അതാണ് വെണ്മയുടെ സൂചന. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം, നമ്മള് ഈ ആദ്യ മാമോദീസ സ്വീകരിക്കുമ്പോൾ ഒരു വിശുദ്ധിയുടെ വെള്ളവസ്ത്രം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ വെള്ളവസ്ത്രത്തിന് കറപുരണ്ടോ എന്നും കീറിപ്പോയോ എന്നും പിന്നിപ്പോയോ എന്നും അതില് ഇഴകളകന്നു പോയോ എന്നും ഒക്കെ പരിശോധിക്കപ്പെടേണ്ട ഒരു സൂചനയാണ് ഇന്നത്തെ വചനം നമുക്ക് തരിക. നിന്റെ വസ്ത്രം വെണ്മയോടെ ശോഭിക്കുന്നുണ്ടോ? മാമോദീസായിൽ കിട്ടിയ വസ്ത്രം, ആധ്യാത്മികതയുടെ വസ്ത്രം, ആത്മാവിന്റെ വെള്ള ഇന്ന് ശോഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആത്മശോധനയ്ക്ക് വിഷയമാക്കേണ്ടത്. ഈ വചന വായനയിലൂടെ നിരന്തരമായി ഈ വചന വായനയിലൂടെ അതിന്റെ കറകളെ കഴുകി അതിന്റെ പൂർവ വിശുദ്ധിയിലേക്ക്, അതിനെ മാമോദീസയുടെ വിശുദ്ധിയിലേക്ക് അതിനെ ഒന്ന് സ്നാനം ചെയ്തെടുക്കാൻ, കഴുകിയെടുക്കലല്ല, സ്നാനം ചെയ്തെടുക്കാൻ പറ്റുമോ? കഴുകിയെടുക്കുക എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കല. സ്നാനം ചെയ്യാന്ന് വെച്ചാൽ അതിനെ മുക്കി പരിപൂർണ ശുദ്ധിയിലേക്ക് വരുത്തുന്നതിന്റെ പേരാണ് സ്നാനം എന്ന് പറയുന്നത്. അപ്പൊ കുളിക്കുക, കഴുകുക, സ്നാനം ചെയ്യുക, ഇതിനൊക്കെ വൈവിധ്യമാർന്ന അർത്ഥങ്ങളുണ്ട്. ഈ സ്നാനത്തിലേക്ക് വരേണ്ടത്, സ്നാനം എന്ന് പറയുമ്പോൾ സർവശുദ്ധിയുടെ സൂചനയാണ്. കഴുകുക എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയോ പകുതിയൊക്കെ ശുദ്ധീകരിക്കുന്നതിന്റെ സൂചനയാണ്. കുളിക്കുക എന്ന് പറയുമ്പോൾ ഒരു ബാഹ്യമായ ശുദ്ധിയുടെ സൂചനയാണ്. സ്നാനം എന്ന് പറയുന്നത് സർവശുദ്ധിയുടെ സൂചനയാണ്. അപ്പൊ ഈ മാമോദീസയുടെ സ്നാനശുദ്ധിയിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട് എന്നാണ് ഈ വെണ്മയുടെ വസ്ത്രത്തിന്റെ സൂചന നമുക്ക് തരിക. ഈ വചന വായനയിലൂടെ, ഈ ആവർത്തിച്ചുള്ള വായനയിലൂടെ, ഉച്ചരിച്ച് ശുദ്ധീകരണത്തിലൂടെ ഓതി ശുദ്ധീകരിച്ചിരിക്കുന്ന ഒരു പൗരസ്ത്യ മത കാഴ്ചപ്പാടിലേക്ക്, മതദർശനത്തിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. ആവർത്തിച്ച് വായനയിലൂടെ നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടും എന്നാണ് അതിന്റെ സാധ്യത. ഇനി നമ്മൾ കാണുന്ന ഒരു കാര്യം, അവിടെ ഏലിയായും മോശയും സംസാരിക്കുക. വചന വായനയില് വായ തുറക്കാതെ എങ്ങനെ വായിക്കാൻ പറ്റുക? സംസാരം വേണം തീർച്ചയായിട്ടും. വചന വായനയില് വാ തുറക്കപ്പെടണം, സംസാരിക്കണം. ആ സംസാരമാണ്, എൻ്റെ സംസാരമാണ് മറ്റുള്ളവന് വചനത്തിന്റെ ജീവനായി, വാക്കിന്റെ ജീവനായി, വചനമായി മാറുന്നത് എന്ന് സാരം. അപ്പൊ ഏലിയായും മോശയും സംസാരിക്കുക. എന്തിനെ കുറിച്ചാ സംസാരിക്കുക? അത് വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സംസാരങ്ങൾ എന്തിനെ കുറിച്ചാണ്? നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെ കുറിച്ചാണോ? കുറ്റപ്പെടുത്തലുകളെ കുറിച്ചാണോ? ദോഷങ്ങളെ കുറിച്ചാണോ? പക്ഷേ ഏലിയായും മോശയും സംസാരിച്ചത് ക്രിസ്തുവിന്റെ ചെയ്തു തീർക്കേണ്ട ദൗത്യത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. വചന വായന ചെയ്തു തീർക്കേണ്ട ദൗത്യങ്ങളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണെന്ന് സാരം. ചെയ്തു തീർക്കേണ്ട ദൗത്യങ്ങളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് വചന വായന. നമ്മൾ സംസാരിക്കുന്നത് ദൗത്യങ്ങളെ കുറിച്ച് തന്നെ, കുറ്റപ്പെടുത്തലല്ല, ആരോപണങ്ങളല്ല, തിരുത്തലുകളല്ല, മറിച്ച് ചെയ്തു തീർക്കേണ്ട ദൗത്യങ്ങളെയാണ്. വചനം ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങളുടെ പേരാണ്. അപ്പോ അങ്ങനെയെങ്കിൽ ഈ ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ, അത് ചെയ്തു തീർക്കാനായിട്ട് തയ്യാറാകുമ്പോൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് വരും, മഹത്വത്തോടെ കാണപ്പെടും. ഏലിയായും മോശയും ദൗത്യങ്ങളെ കുറിച്ച്, യേശുവും ഇവർ 3 പേരും കൂടി ദൗത്യത്തെ കുറിച്ച് സംസാരിച്ചപ്പോ, ചെയ്തു തീർക്കേണ്ട ദൗത്യങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോ അവർ മഹത്വത്തോടെ കാണപ്പെട്ടു എന്ന്. അപ്പൊ ഞാൻ മഹത്വത്തോടെ കാണപ്പെടണമെങ്കിൽ പൊയ്പോയ കാലങ്ങളുടെ കുറവുകളെയല്ല, മറിച്ച് ചെയ്തു തീർക്കേണ്ട ദൗത്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ, കാമ്പുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ,
ഈ വിഫലമായ വാക്കുകള്, അതുകൊണ്ടാണ് നിന്റെ വാക്കിനാൽ തന്നെ നീ നീ വിധിക്കപ്പെടും എന്നൊക്കെ ക്രിസ്തു പറഞ്ഞു. വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വാക്കിന്റെ വിധി വരാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു തീർക്കേണ്ട ദൗത്യങ്ങളെ കുറിച്ച് തന്നെ സംസാരിക്കുമ്പോഴാണ് ഈ മഹത്വത്തിലേക്ക് വരാനായിട്ട് സാധിക്കുക, മഹത്വത്തോടെ കാണപ്പെടുകയുള്ളൂ. മഹത്വത്തോടെ കാണപ്പെടുന്നു എന്നതാണ് ഇവിടെ പറയുക. ഇനി കുറച്ചു നേരം കൂടി കഴിയുമ്പോൾ ഈ മഹത്വത്തിന്റെ മറ്റൊരു വശം കൂടി നമ്മൾ കാണും. അവിടെ വെച്ച് ഞാൻ മറ്റൊന്ന് പറഞ്ഞോളാം. അപ്പൊ മഹത്വത്തോടെ കാണപ്പെടണമെങ്കിൽ ഈ ദൗത്യത്തെ കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം എന്ന് സാരം. മറ്റുള്ളവര് നമ്മളിൽ മഹത്വം ദർശിക്കണമെങ്കിൽ ചെയ്തു തീർക്കേണ്ട ക്രിയാത്മകമായ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പറ്റണം എന്ന് സാരം. ഇന്ന് നമ്മുടെ ആധുനിക സോഷ്യൽ മീഡിയകളെല്ലാം ചെയ്തു തീർക്കേണ്ട ദൗത്യത്തെ കുറിച്ചല്ല സംസാരിക്കുന്നത്. ചെയ്തു തീർത്ത കാര്യങ്ങളുടെ പിഴപ്പും പരദൂഷണങ്ങളും ട്രോളുകളും ഒക്കെയാണ് സംസാരിക്കുക. ഇതൊന്നും ആരെയും വളർത്തുന്നില്ല, ഇതൊന്നും മഹത്വവൽക്കരിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ഇതൊക്കെ പിശാചിന്റെ പ്രവർത്തനങ്ങളാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നിട്ടാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമിനെ ഈ വചന വായനയിലൂടെ മഹത്വവൽക്കരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇത് ഏറെ പുണ്യപ്പെട്ട ഒരു കർമ്മമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിലൂടെ മഹത്വത്തിന്റെ കാണപ്പെടലുകളാണ് ഈ ലോകത്തിന് നമ്മൾ കൊടുക്കുന്നത് എന്ന് സാരം. അടുത്ത വാക്കില് നമ്മൾ വായിക്കുകയാണ്, ഈ അപ്പസ്തോലന്മാര്, തെരഞ്ഞെടുക്കപ്പെട്ട അപ്പസ്തോലന്മാര് 3 പേരും, അവര് പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, ഈ 3 പേരും നിദ്രാവിവശരായിരുന്നു എന്നാണ് വചനം പറയാം. എന്ന് വെച്ചാൽ എന്താ? ഉറക്കം വരുന്നുണ്ടായിരുന്നു എന്ന. രാവും പകലും വചന വായനയിൽ ഏർപ്പെട്ടിരിക്കുന്ന നമുക്ക് ഉള്ള വലിയ പ്രശ്നമാണ് ഈ ഉറക്കത്തിന്റെ പ്രശ്നം. നമ്മുടെ വചന വായനയില് നമ്മൾ സൂക്ഷിച്ച് വീക്ഷിച്ചാല് ചിലരെങ്കിലും വളരെ കൃത്യതയോടുകൂടി ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയം തിരഞ്ഞെടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ മഹാഭൂരിഭാഗം പേരും ഈ ഉറക്കം കളയാൻ പറ്റില്ല എന്നതുകൊണ്ട് അല്ലാത്ത സമയമാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോ വളരെ സൂക്ഷിച്ച് ഈ വചനത്തെ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഉറക്കം ഒഴിവാക്കി ഇവര് ശ്രദ്ധിച്ച് ഇരുന്നപ്പോഴാണ് അടുത്തൊരു കാര്യം സംഭവിച്ചത്. മഹത്വം ദർശിച്ചത്. മഹത്വം ദർശിക്കുക എന്ന വാക്ക് വളരെ അപൂർവമായി ബൈബിളിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യം, വളരെ അപൂർവമായി. അത് ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഉറക്കം ഉപേക്ഷിച്ച് ജാഗ്രതയോടെ ഇരുന്നവരാണ് ദൈവത്തിന്റെ മഹത്വം ദർശിച്ചത്. യേശുവിന്റെ ജനനത്തില് അവന്റെ മഹത്വം ദർശിച്ചവര് ഉറക്കമൊളിച്ച് കാത്തിരുന്നവരാ. ദൈവത്തിന്റെ മഹത്വം ദർശിക്കാൻ വേണ്ടി തന്നെയാണ് ഈ യാക്കോബും യോഹന്നാനും പത്രോസും ഉറക്കത്തിനെ മാറ്റി നിർത്തി കാത്തിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വചന വായനയില് ഉറക്കമിളച്ച് കാത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ മഹത്വം ദർശിക്കാനായിട്ട് സാധിക്കും എന്ന ഒരു ഉറപ്പ് ഈ വചനം നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോ ഉറക്കം നഷ്ടപ്പെടാതെ വായിക്കാമെന്ന് വിചാരിക്കുന്നതിനേക്കാൾ ദൈവദർശനത്തിന്റെ സാധ്യത കൂടുതല് ഉറക്കത്തെ മാറ്റി നിർത്തിയിട്ട് വചന വായനയ്ക്ക് തയ്യാറാകുമ്പോഴാണ് എന്ന് ഒരു സൂചന ഈ വചനം നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. എന്നിട്ടോ ഈ 3 പേരുടെയും അനുഭവം എന്താ? മഹത്വം ദർശിച്ച മനുഷ്യർക്ക് ഉള്ള ഒരു ബോധ്യമുണ്ട്. എന്താണ്? ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്, ഈ കൂട്ടായ്മയിലായിരിക്കുന്നത് നല്ലതാണ്, ഈ വചന വായനയിലായിരിക്കുന്നത് നല്ലതാണ്. നമ്മൾക്കറിയാം, ഈ വചന വായന നമ്മൾ ആരംഭിച്ചിട്ട് ഒരുപാട് പേർക്ക് ഈ വചന വായന ഉണ്ടെന്ന് അറിയാം. അതിൽ അറിഞ്ഞവരില് വളരെ ചുരുക്കം പേരെ വായിക്കാൻ തയ്യാറായവരിൽ വളരെ ചുരുക്കം പേരെ അത് തുടർന്നു കൊണ്ടുപോകാൻ താല്പര്യപ്പെട്ടുള്ളൂ. ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണെന്ന് ദർശനം കിട്ടുന്നവർക്ക് മാത്രമേ, ദൈവത്തിന്റെ മഹത്വത്തിന്റെ ദർശനം കിട്ടുന്നവർക്ക് മാത്രമേ ഇത് തുടരാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് തുടരാൻ പറ്റില്ല. അപ്പോ ആ അർത്ഥത്തില് വചന വായന നിരന്തരമായി നടത്തുന്ന ഓരോരുത്തരും ദൈവത്തിന്റെ മഹത്വത്തിന്റെ ദർശനം അവരുടെ ഹൃദയങ്ങളില്, അവരുടെ അനുഭവങ്ങളില്, അവരുടെ പ്രാർത്ഥനാ ജീവിതത്തില്, അവരുടെ ആത്മീയ ജീവിതത്തില്
എവിടെയൊക്കെയോ ചില സ്പാർക്കുകൾ, അതിന്റെ പൂർണ്ണ ദർശനമല്ലെങ്കിലും എവിടെയൊക്കെയോ ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടത്തിന്റെ ദർശനങ്ങൾ നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിലൂടെ തുടർന്നു കൊണ്ടുപോകുന്നത് എന്ന ഉത്തമ ബോധ്യം വേണം. ആ ദർശനത്തിന്റെ വിശാലമായ ദർശനങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഈ വചന വായന ഒരു നിരന്തര സാധനയായി തുടരുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണമെങ്കിൽ ഈ മഹത്വത്തിന്റെ ദർശനം നമുക്കുണ്ടാകണം എന്ന് സാരം. വീണ്ടും അവിടെ പറയുന്ന അപ്പസ്തോലന്മാർ പറയുന്ന ഒരു കാര്യം, നമുക്ക് കൂടാരങ്ങൾ ഉണ്ടാക്കാം. നമ്മൾ കൂടാരം ഉണ്ടാക്കിയിട്ടുണ്ട്, 5-6 കൂടാരം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. ഹോളി ക്രൈസ്റ്റ് ഗ്രൂപ്പ് ഒരു കൂടാരമാണ്, ഹോളി സ്പിരിറ്റ് ഗ്രൂപ്പ് ഒരു കൂടാരമാണ്, സിസ്റ്റേഴ്സിന്റെ വായന ഒരു കൂടാരമാണ്, അച്ഛന്മാരുടെ വചന വായന ഒരു കൂടാരമാണ്. കുറെ കൂടാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കൂടാരങ്ങളിൽ സംഭവിക്കേണ്ടത് വചന വായന തന്നെയാണ്. ഈ കൂടാരങ്ങള് ദൈവത്തിന്റെ മഹത്വത്തിന്റെ ദർശനത്തിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം തന്നെയാണ്. ഇനി അതിനോട് ബന്ധപ്പെട്ട് അടുത്ത കാര്യം സംഭവിക്കുകയാണ്. ഉടനെ തന്നെ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. എന്താണ് മേഘം? മേഘം എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചകളെ മറയ്ക്കുന്നത്. ആകാശം എന്ന് പറയുന്നത് എന്താ? ആകാശം എന്ന് പറയുന്നത് മേഘമാണ്. ആകാശം. മേഘത്തിനപ്പുറത്തേക്കും ആകാശമുണ്ട്. പക്ഷെ നമ്മുടെ കാഴ്ചയില് മേഘമാണ് ആകാശം. കാഴ്ചയ്ക്ക് അപ്പുറമുള്ള ആകാശമുണ്ടെങ്കിലും കാഴ്ച മേഘമാണ്. അപ്പൊ കാഴ്ചകളെ ഒന്ന് മൂടേണ്ടതുണ്ടെന്ന് സാരം. കാഴ്ചകളെ ഒന്ന് മൂടേണ്ടതുണ്ട്. എൻ്റെ ആകാശത്തെ ഒന്ന് പരിമിതപ്പെടുത്തേണ്ടതുണ്ട്. എൻ്റെ സ്വപ്നങ്ങളെ ഒന്ന് പരിമിതപ്പെടുത്തേണ്ടതുണ്ട്. എൻ്റെ മോഹങ്ങളെ ഒന്ന് പരിമിതപ്പെടുത്തേണ്ടതുണ്ട്. എൻ്റെ ആകാശത്തെ ചുരുക്കേണ്ടതുണ്ട് എന്നാണ് മേഘം മൂടി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം. നമുക്കറിയാം, നമ്മൾ ടൂറൊക്കെ പോകുന്നവരാ. നമ്മൾ ഈ ഹൈറേഞ്ച് മേഖലകളിലേക്ക് ടൂർ പോയി കഴിയുമ്പോൾ മഞ്ഞ് നമ്മളെ നമുക്ക് ചുറ്റും ആവരണം തീർത്ത് കഴിയുമ്പോൾ പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റും. അപ്പോ ഒന്നും കാണാത്ത, ഒന്നും കേൾക്കാത്ത ഒരവസ്ഥയിലേക്ക് ഒരു മേഘത്തിന്റെ, നമ്മുടെ ആകാശത്തെ ഒന്ന് ചുരുക്കണം എങ്കിലേ ഈ ദൈവദർശനത്തിന്റെ സാധ്യതയുണ്ടാകൂ എന്ന് ഈ മേഘത്തിന്റെ കവചം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ മേഘത്തിന്റെ കവചത്തിന്റെ ഉള്ളിലായിരിക്കണം വചന വായന ഒരു സാധനയാക്കി എടുത്തിട്ടുള്ള ഓരോ വചന വായനക്കാരും, ഓരോ നമ്മുടെ ഈ പ്രേക്ഷിതരും ആയിത്തീരണം എന്നുള്ളതാണ് ഇന്ന് നമുക്ക് തമ്പുരാൻ തരുന്ന വലിയ ബോധ്യം. നമ്മുടെ കാഴ്ചകളെ, നമ്മുടെ സ്വപ്നങ്ങളുടെ ആകാശങ്ങളെ, നമ്മുടെ തിരക്കുകളുടെ ആകാശങ്ങളെ, നമ്മുടെ ബന്ധങ്ങളുടെ ആകാശങ്ങളെ, നമ്മുടെ മോഹങ്ങളുടെ ആകാശങ്ങളെ ഒക്കെ ഒന്ന് പരിമിതപ്പെടുത്തി നമുക്ക് ചുറ്റും ഒരു മേഘത്തിന്റെ കവചം, നമ്മുടെ കാഴ്ചകളുടെ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ഒന്ന് പരിമിതപ്പെടുത്തി ഈ മേഘത്തിന്റെ ഒരു കവചത്തിലേക്ക്, ഒരു പൂപ്പദശയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. എങ്കിലാണ് ഈ വചന വായന ഒരു അനുഭവമായി, അനുഭൂതിയായി, ഒരു ആത്മീയ വളർച്ചയായി, ഒരു ദൈവിക ദർശനമായി, അല്ലെങ്കിൽ മഹത്വത്തിന്റെ ദർശനമായി നമുക്ക് മാറുകയുള്ളൂ എന്നർത്ഥം. അവിടെ ഈ കാഴ്ചകളെ പരിമിതപ്പെടുത്തുമ്പോൾ, ആകാശങ്ങളെ നീ ചുരുക്കുമ്പോൾ നിനക്ക് വാക്ക് കേൾക്കാൻ പറ്റും. എന്താ വാക്ക്? ഇവൻ എൻ്റെ പുത്രൻ. ആരാ എൻ്റെ പുത്രൻ? ഞാനാണ് ദൈവത്തിന്റെ പുത്രൻ. ഞാനാണ് ദൈവത്തിന്റെ പുത്രൻ. അത് കേൾക്കണമെങ്കിൽ ആകാശങ്ങളെ ചുരുക്കേണ്ടതുണ്ട്. ഇവൻ എൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവനാ. ആരാ തെരഞ്ഞെടുക്കപ്പെട്ടവൻ? നീയാണ് തെരഞ്ഞെടുക്കപ്പെട്ടവൻ. മാമോദീസയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. അതിൽ തന്നെ സാധാരണ വിശ്വാസികളായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. അതിൽ തന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. അതിൽ തന്നെ വചന വായനയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നീ എൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവനാ. ഈ വാക്ക് ശ്രവിക്കണമെങ്കിൽ നിന്റെ ആകാശത്തെ നീ ചുരുക്കേണ്ടത്. ഈ ആകാശത്ത് നിന്നാ ഈ സ്വരം ഉണ്ടാകും. എൻ്റെ ആകാശത്തെ ചുരുക്കുമ്പോൾ ഇവന്റെ വാക്ക് കേൾക്കുക. എൻ്റെ വാക്ക് മറ്റൊരാൾ കേൾക്കുന്നില്ലെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാതി. അപ്പന്റെ പരാതി എന്താ? മക്കള് കേൾക്കുന്നില്ലെന്നുള്ള. അമ്മയുടെ പരാതി എന്താ? മക്കള് കേൾക്കുന്നില്ലെന്നുള്ള. ഭാര്യയുടെ പരാതി എന്താ? ഭർത്താവ് കേൾക്കുന്നില്ലെന്നാണ്. ഭർത്താവിന്റെ പരാതി എന്താ? ഭാര്യ കേൾക്കുന്നില്ലെന്ന്. എന്തിയെ നിന്റെ വാക്ക് കേൾക്കാതെ പോകുന്നു? നിന്റെ വാക്ക് കേൾക്കാതെ പോകുന്നതിന്റെ കാരണം ഇതാണ്. നിന്റെ വാക്കിനോടൊപ്പം നിന്റെ
ദൈവത്തിന്റെ ആത്മാവിനെ കൂട്ടിവെച്ചിട്ടില്ല. വെറുതെ ഒരു തമാശ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ ഈ കിണറ്റിൻകരയില് വെള്ളം കോരാൻ വന്ന സ്ത്രീ, ആ സ്ത്രീയുടെ ജീവിതം അത്ര സുഖകരമല്ലായിരുന്നു എന്ന് നമുക്കറിയാം. പല പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നവളാണ് അവളെന്നറിയാം. അവളുടെ വാക്ക് ആ നാട്ടിലുള്ള ആരും തന്നെ മുഖവിലക്കെടുത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടോ ഒരു കിണറ്റിൻകരയെ ഒരു നട്ടുച്ച നേരത്ത് ക്രിസ്തുവിനെ കണ്ടിട്ട് തിരിച്ചു പോയിട്ട് അവള് ആ നാട് മുഴുവൻ പറയുകയാണ്, ഞാൻ ഒരു പ്രവാചകനെ കണ്ടു, ദൈവത്തെ കണ്ടു. അവളുടെ വാക്ക് കേട്ട് ആ ഗ്രാമം മുഴുവൻ ക്രിസ്തുവിലേക്ക് വന്നു. ഒരു അത്ര സുഖകരമല്ലാത്ത ചരിത്രമുള്ള ഒരു സ്ത്രീയുടെ വാക്ക് ആരും വിശ്വസിക്കാതെ ഇരിക്കുന്ന ഒരു സമയത്ത് അവള് ക്രിസ്തുവിനെ കണ്ടിട്ട് പറഞ്ഞ വാക്ക് ഒരു ഗ്രാമം മുഴുവൻ വിശ്വസിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തിയെ നിന്റെ വാക്ക് മറ്റുള്ളവർക്ക് സ്വീകാര്യമല്ലാതെ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുള്ളൂ, നിന്റെ വാക്ക് ദൈവത്തോടു കൂടി ആയിരുന്നില്ല എന്നുള്ളത്. നിന്റെ വാക്ക് ഈ ആകാശത്തെ ചുരുക്കിയിട്ടല്ല എന്നുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ വചന വായനയുടെ വാക്കുകൾ, നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചന വായനയുടെ വാക്കുകൾക്ക് അതിന് ഫലമുണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ആകാശത്തെ ചുരുക്കിയിട്ട് വായിക്കണം എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സമയം കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഈ രൂപാന്തരീകരണം നമ്മിൽ സംഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ രൂപാന്തരീകരണ അനുഭവത്തിലൂടെ, ഈ വചന വായനയിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തർക്കും, ഈ വചന വായന ശ്രവിക്കുന്ന ഓരോരുത്തർക്കും ഈ ക്രിസ്തുവിന്റെ രൂപാന്തരീകരണ അനുഭവത്തിലൂടെ, ആ രൂപാന്തരീകരണ അനുഭവത്തിന്റെ മഹത്വ ദർശന സാധ്യതയിലൂടെ കടന്നു പോകാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.